നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മയക്കുമരുന്നിന്റെയും രാസലഹരികളുടെയും ഉപയോഗത്തിനെതിരെ ബോധവത്കരണം. മാറാടി വാക്കത്തോൺ സംഘടിപ്പിച്ചു. മാറാടി എൽസ്റ്റൺ എബ്രഹാം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വാക്കത്തോൺ മാറാടി മണ്ണത്തൂർ കവല ജംഗ്ഷനിൽ സമാപിച്ചു. ഹെൽത്തി കേരള ക്യാമ്പയിൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി. സൗഹൃദ സന്ദേശം പകർന്ന് നടത്തിയ സംഗമത്തിൽ ഒത്തുചേർന്നത് സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുംഭപൂയ മഹോത്സവം ആരംഭിച്ചു. 2-ന് മകംതൊഴലോടെ മഹോത്സവം സമാപിക്കും. വിപുലമായ പരിപാടികളാണ് മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. കുട്ടമ്പുഴയിൽ വീടിന് നേരെ കാട്ടാനയാക്രമണം. കച്ചോലപ്പാറയിലാണ് കാട്ടാനയാക്രമണം ഉണ്ടായത്. 6-ാം വാർഡിൽ താമസിക്കുന്ന പങ്കജാക്ഷിയുടെ വീടാണ് കാട്ടാനയെ ആക്രമിച്ചത്. വീട്ടുവളപ്പിലുണ്ടായിരുന്ന കാർഷിക വിളകളും വാട്ടർ ടാങ്കുകളും നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മയക്കുമരുന്നിന്റെയും രാസലഹരികളുടെയും ഉപയോഗത്തിനെതിരെ ബോധവത്കരണം നടത്തുന്നതിനായി മാറാടി എൽസ്റ്റൺ എബ്രഹാം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വാക്കത്തോൺ മാറാടി മണ്ണത്തൂർ കവല ജംഗ്ഷനിൽ സമാപിച്ചു. സമൂഹത്തിൽ വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെയും രാസലഹരികളുടെയും ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനായി മാറാടി എൽസ്റ്റൺ എബ്രഹാം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മാറാടി വാക്കത്തോൺ സംഘടിപ്പിച്ചു. DYFI യൂത്ത് ബ്രിഗേഡ്, മാറാടി യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ മുഖ്യ പങ്കാളിത്തത്തോടെയാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. മാറാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ തേജസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സൈസ് ഓഫീസർ നന്ദു സന്ദേശം നൽകി. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വാക്കത്തോൺ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ പീഡിയാട്രിക് വിഭാഗം ഡോക്ടർ ജെല്ലി മേരി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് ഇപ്പോൾ ചെയ്തിരിക്കുന്നു. മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും ഉപയോഗത്തിനെതിരെ ഏതാണ്ട് 5 കിലോമീറ്ററുകൾ താണ്ടി നാഷണൽ സർവീസ് സ്കീം, കനിവ് പാലിയേറ്റീവ്, ട്രേഡ് യൂണിയനുകൾ, ഭൂമി, കർഷക സംഘടനകൾ, കുടുംബശ്രീ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, സാംസ്കാരിക പ്രവർത്തകർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്ത വാക്കത്തോൺ മാറാടി മണ്ണത്തൂർ കവല ജംഗ്ഷനിൽ സമാപിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശിവൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി മുരളി, മഞ്ജു അനിൽ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനി ഷെയ്മോൻ, CDS ചെയർപേഴ്സൺ ശോഭ, കനിവ പാലിയേറ്റീവ് ഭാരവാഹികളായ KS മുരളി, ബിജു വാടിയിൽ, കർഷക സംഘം വില്ലേജ് സെക്രട്ടറി KY മനോജ്, DYFI യൂത്ത് ബ്രിഗേഡ് കൺവീനർമാരായ സോനു ബേബി, വിജയ് K ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. 130 ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഈ വാക്കത്തോടിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചത്. ഇതിന് വലിയ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുന്നു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ഹെൽത്തി കേരള ക്യാമ്പയിൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരുന്നതിനും അനുദിനം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുമായി ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിൻ ആവിഷ്കരിച്ച് ആരോഗ്യവകുപ്പ്. ഹെൽത്തി കേരള ക്യാമ്പയിൻ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. വയസ്സാവുന്ന ചികിത്സിക്കാൻ വേണ്ടി പൈസ വേണ്ടി വരുന്നതുകൊണ്ട് അതിന് വേണ്ടി സേവ് ചെയ്യുന്ന ഒരു പ്ലാനും സ്കീമും ഒക്കെ പല ഇൻഷുറൻസ് കമ്പനികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രായമാകുമ്പോൾ കുറെ പൈസ ചികിത്സിക്കാൻ വേണമെന്ന് തീരുമാനിച്ചാണ് മലയാളി ശരാശരി വളരെ ചിന്തിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അതിനൊക്കെ ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയും ഈ 4 കാര്യം പ്രോപ്പറായി തന്നെ നമ്മൾ ആരോഗ്യത്തിൽ ഒരുപാട് മാറ്റമാണ്. മനുഷ്യന് മാനസിക ഉല്ലാസം, ശരീരത്തിൽ വ്യായാമം ആവശ്യമുള്ളതിനേക്കാൾ അപ്പുറം മനസ്സിന് ഈ ശുദ്ധവായു പറയുമ്പോൾ മനസ്സിന് കുറച്ച് റിലാക്സേഷൻ, മനസ്സിന് കുറച്ചൊരു
സന്തോഷപ്രദമായ അന്തരീക്ഷം നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലാതെ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അത് ആ കാര്യത്തിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ പുറമെയുള്ള ആളുകൾ വളരെ കൺസേൺഡ് ആണ്. ക്യാമ്പയിന് മുന്നോടിയായി കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആരോഗ്യ ആഹാര പ്രദർശനം നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ആവോല് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെമീന അഷ്റഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനി സി കർത്ത, മൂവാറ്റുപുഴ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ എ, മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജീമോൻ പോൾ, പൈങ്ങോട്ടോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെജി ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അടൂപ്പറമ്പ് ഡിവിഷൻ മെമ്പർ സഹീഡ മജീദ്, ആവോല് പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ വത്സ ജോയി, ആയവന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹിദ എ ഖാദർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന സമൂഹ യോഗയിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ വെൽനസ് സെന്ററുകളിലെ യോഗ ക്ലബ് അംഗങ്ങളും ആയുഷ് ഗ്രാം യോഗ സെന്ററുകളിലെ അംഗങ്ങളും യോഗ ഇൻസ്ട്രക്ടർമാരും പങ്കെടുത്തു. യോഗ ഡാൻസും ചടങ്ങിൽ നടത്തപ്പെട്ടു. ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഇടതുകാൽ പിന്നിലേക്ക് നീട്ടി ശരീരം ഒരു വടി ചാരി വെക്കുന്നതുപോലെ ചതുരത്തെ ദണ്ഡാസനം. സാവധാനം അഷ്ടാംഗ നമസ്കാരം. നെഞ്ച് താഴെ നിലത്ത് നിർത്തപ്പെടുന്നു. ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസനം. കാലുകൾ നിവർത്തി നീട്ടി വെക്കുക. തല ഉയർത്തി നെഞ്ച് നിർത്തി. ആയുഷ് സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ, പദ്ധതികൾ എന്നിവയെക്കുറിച്ചും ആരോഗ്യകരമായ ജീവിത രീതികളെക്കുറിച്ചും ഡോക്ടർ ജിൻഷ ആർ, ഡോക്ടർ ശ്രീകല, ഡോക്ടർ അറ്റു ജോയി, ഡോക്ടർ റോബിൻ കെ ജോസഫ് എന്നിവർ ക്ലാസ് നയിച്ചു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള CDS, ICDS പ്രതിനിധികൾ, ആയുർവേദ ഹോമിയോ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ, ജീവനക്കാർ, നിർമ്മല കോളേജിലെ NSS, NCC വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിൽ 265ഓളം പേർ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി മൂവാറ്റുപുഴയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സൗഹൃദ സന്ദേശം പകർന്ന് നടത്തിയ സംഗമത്തിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ഒത്തുചേർന്നു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. ഇലാഹിയ പബ്ലിക് സ്കൂളിൽ സൗഹൃദ സന്ദേശം പകർന്നു നടത്തിയ സംഗമത്തിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ഒത്തുചേർന്നു. ജമാഅത്തെ ഇസ്ലാമി കൂടിയാലോചനാ സമിതി അംഗം യൂസുഫ് ഉമരി റമദാൻ സന്ദേശം നൽകി. ഈ മാസം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു മാസമാണ്. വ്രതം മാത്രമല്ല, വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഈ മാസത്തിലാണ് എന്നതാണ്. വേദഗ്രന്ഥം അവതരിക്കപ്പെട്ടുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകപ്പെട്ടതും ഈ മാസത്തിലാണ്. അപ്പം ഇസ്ലാമിക സമൂഹത്തിന് ഒരു പ്രവാചകനെ ലഭിച്ചതും വേദഗ്രന്ഥം ലഭിച്ചതുമായ ഈ മാസത്തിൽ അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾ അത്യധികം സൂക്ഷ്മമായ ആത്മീയമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിത വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നുള്ള ആ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇഫ്താറിന്റെ ഈ സന്ദേശം. ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി KK സലീം, ആലുവ അദ്വൈതാശ്രമം സ്വാമിജി ധർമ്മ ചൈതന്യ, ഫാദർ ജോർജ് മാന്തോട്ടം കോടപ്പിസ്കോപ്പ, ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, ആന്റണി ജോൺ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ,
മുൻ MLA-മാരായ ജോസഫ് വാടിക്കൻ, ബാബു പോൾ, മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, ഗാന്ധി ചിന്തകൻ പ്രൊഫസർ MP മത്തായി, മാർ എൽദോ ബെസേലിയോസ് കോളേജ് ഡയറക്ടർ പ്രൊഫസർ ബേബി M വർഗീസ്, തൊടുപുഴ അല്ലസർ ചെയർമാൻ KM മൂസ, ഇലാഹ്യ ട്രസ്റ്റ് ചെയർമാൻ KM പരീദ്, പായിപ്പട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയി, PR സെക്രട്ടറി ഷക്കീൽ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണ്. നമ്മളെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിന് കാരണമായി നിൽക്കുന്ന പരമമായ ആ പൊരുളിൽ നിന്ന് ജന്മം കൊണ്ടവരാണ്, ആത്മസഹോദരന്മാരാണ്. ഈ സത്യം ചിലർ മറന്നു പോകുന്നത് കൊണ്ടാണ് ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ അനാവശ്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും. ഇത് ശ്രേഷ്ഠമേറിയ ഒരു വേദി. നമുക്ക് ഈ വേദി കൊണ്ട് കിട്ടേണ്ടത് ഒന്ന്, നാം തുറന്ന മനസ്സുള്ളവരായിരിക്കുമ്പോൾ, അതാണ് അധ്യക്ഷൻ പറഞ്ഞത്, സുതാര്യതയുണ്ടായിരിക്കണം, ഫ്രാങ്ക്നെസ്. നമുക്കൊരു ഫ്രാങ്ക് ആയിരിക്കണം. എന്നെ കണ്ടാൽ അച്ഛനാണെന്നും നിങ്ങളെ കണ്ടാൽ അത് ഒരു ഉസ്താദാണെന്നും അല്ലെങ്കിൽ സഹോദരനാണെന്നൊക്കെയുള്ളൊരു ഫ്രാങ്കായ ഈ ശുശ്രൂഷ, ഈ കൂട്ടായ്മ സുതാര്യതയുടെ ഒരു ലക്ഷണമാണ്. അതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യാക്കോബായ സഭ മുൻ ട്രസ്റ്റി CK ഷാജി, മേള പ്രസിഡന്റ് PM ഏലിയാസ്, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ അസം ബീഗം, ജിനു മടേക്കൽ, P രജിത, ASM പ്രസിഡന്റ് ഷബീബ് എവറസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുംഭപ്പൂയ മഹോത്സവം ആരംഭിച്ചു. 2-ന് മകംതൊഴലോടെ മഹോത്സവം സമാപിക്കും. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കുംഭപ്പൂയ മഹോത്സവം ആരംഭിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടന്ന ലക്ഷ്മി നാരായണ പൂജയ്ക്ക് മേൽശാന്തി വാസുദേവ ശർമ്മ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷ സാവിത്രി അന്തർജനം തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ദീപാരാധന, ഭഗവതി സേവ എന്നിവ നടന്നു. തുടർന്ന് ചിലമ്പ്, നാട്യാലയുടെ മോഹിനിയാട്ട അരങ്ങേറ്റവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശനിയാഴ്ച തന്ത്രവിദ്യാപീഠത്തിലെ പുരോഹിതരുടെ നേതൃത്വത്തിൽ കലശാഭിഷേകവും മറ്റ് താന്ത്രിക കർമ്മങ്ങളും പ്രസാദൂട്ടം നടക്കും. വൈകിട്ട് കീഴിലും ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിക്കുന്ന മുടിയേറ്റ് അരങ്ങേറും. ഞായറാഴ്ച വൈകിട്ട് 5-ന് മംഗലത്ത് നടയിൽ നിന്നും താലപ്പൊലി കാവടി ഘോഷയാത്രയും തുടികൊട്ടും പാട്ടും നടക്കും. തുടർന്ന് രാത്രി 8:30-ന് കോട്ടയം ശ്രീഭദ്ര ഭജന മണ്ഡലിയുടെ നാമാഭിഷേകം ഭജനയുമുണ്ട്. 2-ന് മകം തൊഴലോടെ മഹോത്സവം സമാപിക്കും. MCS Hospital, we take care of your health. കുട്ടമ്പുഴ പഞ്ചായത്തിലെ താലിപ്പാറയ്ക്ക് സമീപം കച്ചോലപ്പാറയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം. 6-ാം വാർഡിൽ താമസിക്കുന്ന പങ്കജാക്ഷിയുടെ വീടിന്റെ പുറകുവശമാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ശനിയാഴ്ച പുലർച്ചെ 3-ഓടെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. വീട്ടുവളപ്പിലുണ്ടായിരുന്ന കാർഷിക വിളകളും വാട്ടർ ടാങ്കുകളും നശിപ്പിച്ചിട്ടുണ്ട്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പോത്താനിക്കാട് പാലിയത്ത് പരേതനായ മാത്യുവിന്റെ ഭാര്യ അന്നക്കുട്ടി 75 നിര്യാതയായി. സംസ്കാരം നടത്തി. പരേത പോത്താനിക്കാട് വീപ്പനാട്ട് കുടുംബാംഗമാണ്. വാളകം കുന്നയ്ക്കൽ ആവുണ്ട മാറ്റേക്കോട്ട് കരുണാകരൻ നായർ 97 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30-ന് വീട്ടുവളപ്പിൽ നടത്തി. ഭാര്യ പരേതയായ തങ്കമ്മ, മക്കൾ സത്യഭാമ, MK രവീന്ദ്രൻ, ശോഭന, അംബിക, മരുമക്കൾ പരേതനായ സുഗതൻ, വൃന്ദ, മുരളീധരൻ, പരേതനായ ജയപ്രകാശ്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.